നമസ്കാരം. ജനാധിപത്യ ഇന്ത്യയുടെ വർത്തമാനകാലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആരും ഓർക്കാൻ ആഗ്രഹിക്കാത്ത എന്നാൽ നാം നിർബന്ധമായും ചർച്ച ചെയ്യേണ്ട ഒരു പേരുണ്ട്. ആർ രാജഗോപാൽ. കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ദേശീയ ദിനപത്രമായ ദ ടെലഗ്രാഫിന്റെ മുൻ എഡിറ്ററാണ് അദ്ദേഹം. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഭയവും വിറയലും സൃഷ്ടിച്ച ഭരണകൂടത്തിന്റെ തെറ്റുകളെ അതിന്റെ മുഖത്ത് നോക്കി വിമർശിച്ച ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരിലെ ധീരമായ ശബ്ദങ്ങളിലൊന്ന്. എന്നാൽ ഇന്ന് രാജഗോപാൽ വേട്ടയാടപ്പെടുകയാണ്. വെറും ഒരു വ്യക്തിയല്ല അദ്ദേഹം. ഇന്ന് ഇന്ത്യയിൽ അസ്വസ്ഥതയോടെ ശ്വാസം കഴിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ പ്രതീകമാണ് അദ്ദേഹവും. ആർ രാജഗോപാലിന്റെ പാസ്പോർട്ട് പുതുക്കി നൽകാൻ അധികൃതർ വിസമ്മതിച്ചിരിക്കുന്നു. കാരണം വളരെ ലളിതമാണ്. വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ല. കൊൽക്കത്തയിലെ ബാലിഗഞ്ച് മണ്ഡലത്തിൽ ഒരു നാളും വിട്ടുപോകാത്ത വോട്ടർ പട്ടിക പരിശോധനയിൽ എങ്ങനെയോ അദ്ദേഹം അപ്രത്യക്ഷനായി മാറിയിരിക്കുകയാണ്. കേവലം ഒരു രേഖാപരമായ പിശകൊന്നുമല്ല ഇത്. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള പുറന്തള്ളലാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. പൗരത്വത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ പകവീട്ടൽ. ബംഗാളിൽ മാത്രം ഇത്തരത്തിൽ ഏകദേശം 27 ലക്ഷത്തോളം പൗരന്മാരുടെ പേരുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടത് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം. തങ്ങൾക്കൊപ്പം നിൽക്കാത്തവരെ, ചോദ്യം ചെയ്യുന്നവരെ, ഭരണകൂടത്തിന് തലവേദനയാകുന്നവരെ ഇല്ലാതാക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണിത്. രാജഗോപാൽ എന്ന പത്രാധിപർക്ക് സംഭവിച്ചത് ഒറ്റപ്പെട്ട ഒന്നല്ല. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കാലിഫോർണിയയിൽ വെച്ച് നടന്നപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു പിതാവിന് സാധിച്ചില്ല എന്നത് ഓർക്കണം. കാരണം ഭരണകൂടം അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ലോകം അറിയുന്ന ഒരു പത്രാധിപർക്ക് ഈ അവസ്ഥയാണ് എങ്കിൽ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവന്റെ, നിസ്സഹായനായ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? പൗരത്വത്തെ ചോദ്യം ചെയ്തും രേഖകൾ ചോദിച്ചും ഒടുവിൽ അവരെ പൗരരല്ലാത്തവരാക്കി മുദ്രകുത്തി തടവറകളിലേക്ക് തള്ളുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയമാണോ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഓർക്കണം, BJPയുടെ കടുത്ത വിമർശകരായിരുന്നു രാജഗോപാൽ. ടെലഗ്രാഫിന്റെ തലക്കെട്ടുകൾ പലപ്പോഴും ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തിയിരുന്നവയാണ്. നോട്ടു നിരോധനത്തെയും കോവിഡ് കാലത്തെ വീഴ്ചകളെയും കാർഷിക നിയമങ്ങളെയും അധികാര കേന്ദ്രീകരണത്തെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് ടെലഗ്രാഫ് പ്രസിദ്ധീകരിച്ച ആ തലക്കെട്ടുകൾ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. ആ വിമർശനങ്ങളുടെ വിലയാണ് രാജഗോപാൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതികാരത്തിന്റെ രാഷ്ട്രീയത്തിൽ വ്യക്തിയുടെ പൗരാവകാശങ്ങൾ പോലും നിസ്സാരമാണല്ലോ. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു പൊതുവേദിയിൽ വെച്ച് രാജഗോപാൽ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. ഞാൻ കൊൽക്കത്തയിൽ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും മാധ്യമ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്ന്. ഭരണകൂടത്തിന്റെ പിടിമുറുക്കങ്ങൾക്കിടയിലും ശ്വസിക്കാൻ കഴിയുന്ന ഒരിടം എന്ന നിലയിലാണ് അദ്ദേഹം കൊൽക്കത്തയെ നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ആ കൊൽക്കത്തയുടെയും അവസ്ഥ മാറി മറിഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയിരിക്കുന്നു. BJPയുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വഴങ്ങാത്ത, സ്വതന്ത്രമായി ചിന്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്ന ഇടമായി ഇന്നത്തെ ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൊൽക്കത്ത പോലും സുരക്ഷിതമല്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഇവിടെയാണ് SIR അഥവാ സമാനമായ സംവിധാനങ്ങളുടെ ഗൂഢാലോചന നമ്മൾ തിരിച്ചറിയേണ്ടത്. പൗരത്വം നിർണ്ണയിക്കാനുള്ള മാനദണ്ഡമല്ല SIR. എന്നാൽ ഇന്ന് ഹിന്ദുത്വ അജണ്ടകളെ മുൻനിർത്തി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം വളർത്താനുള്ള ഉപകരണമായി ഇത് മാറിയിരിക്കുന്നു. ആരാണ് പൗരനെന്ന് തീരുമാനിക്കുന്നത് ഭരണകൂടമല്ല, മറിച്ച് ഭരണഘടനയാണ്. പക്ഷേ ഭരണഘടനയേക്കാൾ വലുതായി പൗരത്വ രജിസ്റ്ററുകളെയും ലിസ്റ്റുകളെയും മാറ്റുന്ന ഈ ഭരണകൂടം ജനങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. രാജഗോപാലിന്റെ പാസ്പോർട്ട് വെറും ഒരു രേഖ മാത്രമല്ല, അത് നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ രേഖയാണ്. അത് നിഷേധിക്കപ്പെടുമ്പോൾ അത് ഭയപ്പെടുന്നത് രാജഗോപാലിനെ മാത്രവുമല്ല, വായ തുറക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ പൗരനെയുമാണ്. ഭരണകൂടത്തിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ അവരുടെ ചെയ്തികളെ ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം പോലും ചോദ്യം ചെയ്യപ്പെടുമെന്ന മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. ഇന്നത്തെ ഇന്ത്യ കടന്നു പോകുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ്. വിയോജിപ്പുകളെ അടിച്ചമർത്തുന്ന ഏകശിലാരൂപത്തിലുള്ള ഒരു ചിന്താഗതിയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കാൻ നിർബന്ധിക്കുന്ന ഒരു കാലം. ഈ ഭയത്തിന്റെ അന്തരീക്ഷത്തിൽ രാജഗോപാലിനെ പോലെയുള്ളവർ കാണിക്കുന്ന ധീരത വലിയൊരു പാഠമാണ്. എന്നാൽ അദ്ദേഹം മാത്രം പോരാ, നാടിനെ സ്നേഹിക്കുന്ന, ജനാധിപത്യത്തെ വിലമതിക്കുന്ന ഓരോരുത്തരും ഈ അനീതിക്കെതിരെ ഉയർത്തെഴുന്നേൽക്കുക തന്നെ വേണം. രാജഗോപാലിന്റെ അനുഭവം ഒരു പാഠമാണെന്ന് പറഞ്ഞല്ലോ. ജനാധിപത്യം എന്നത് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല, ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം കൂടിയാണത്. ആ അവകാശം കവർന്നെടുക്കപ്പെടുമ്പോൾ നിശബ്ദരായിരിക്കുന്നത് ആ അടിച്ചമർത്തലുകൾക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്. പൗരന്മാരുടെ ജീവിതവും അവകാശങ്ങളും ചവിട്ടി മെതിക്കപ്പെടുമ്പോൾ ഈ നാട്ടിലെ പത്രപ്രവർത്തകരും ബുദ്ധിജീവികളും സാധാരണക്കാരും പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ്. രാജഗോപാലിന് നീതി ലഭിക്കണം. അതോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പൗരാവകാശങ്ങൾ തിരികെ ലഭിക്കണം. വിയോജിക്കാനുള്ള അവകാശം കൂടിയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. ആ കരുത്ത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആർ രാജഗോപാലിന്റെ പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ട സംഭവം വെറും ഒരു സാങ്കേതിക തടസ്സമായിട്ട് കാണാനാകില്ല. ഇത് ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെ സംഘപരിവാർ പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടയാടലുകളുടെ ഏറ്റവും പുതിയ ഏടാണ്.
രാജഗോപാലിനെ പോലെയുള്ള ഒരു മുതിർന്ന എഡിറ്റർ ഇന്ന് നേരിടുന്ന പ്രതിസന്ധി മാധ്യമ പ്രവർത്തകർ വായ മൂടിക്കെട്ടി ജീവിക്കണമെന്ന ഭരണകൂടത്തിന്റെ അലിഖിതമായ കൽപ്പനയുടെ പ്രതിഫലനമാണ്. സംഘപരിവാർ മാധ്യമങ്ങളെ ലക്ഷ്യമിടുന്നത് പുതിയ കാര്യമല്ല. അവരുടെ അജണ്ടയ്ക്ക് തടസ്സമാകുന്നവരെ നിശബ്ദരാക്കുക എന്നത് വളരെ കാലമായുള്ള അവരുടെ തന്ത്രമാണ്. അതിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഭീതിതമായ പലതും നമുക്ക് കാണാം. ഗൗരി ലങ്കേഷ് എന്ന ധീരയായ മാധ്യമ പ്രവർത്തകയെ വെടിവെച്ച് കൊന്നത് ഈ ഫാസിസ്റ്റ് ഭീഷണിയുടെ ഏറ്റവും ക്രൂരമായ മുഖമാണ്. സത്യം പറഞ്ഞതിന്റെ പേരിൽ അധികാരികളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് ജീവൻ നൽകേണ്ടി വന്ന നാടാണ് നമ്മുടെ ഇന്ത്യ. ആ കൊലപാതകം ഒരു മുന്നറിയിപ്പായിരുന്നു. ചോദ്യം ചെയ്താൽ ഇല്ലാതാക്കപ്പെടുമെന്ന സന്ദേശം. പിന്നീട് നമ്മൾ കണ്ടത് വിയോജിപ്പുകളെ കരിനിയമങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നതാണ്. UAP അടക്കമുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് മാധ്യമ പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കുന്ന രീതി വ്യാപകമായി ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങി. സിദ്ദിഖ് കാപ്പനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ നീണ്ടകാലം ജയിലിൽ കിടക്കേണ്ടി വന്നത് അവർ ചെയ്ത കുറ്റം കൊണ്ടല്ല, മറിച്ച് അവർ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച സത്യങ്ങൾ ഭരണകൂടത്തിന് അസ്വസ്ഥതയുണ്ടാക്കി എന്ന കാരണത്താലാണ്. മാധ്യമ സ്ഥാപനങ്ങളിൽ റെയ്ഡുകൾ നടത്തുക, ഉടമസ്ഥരെ സമ്മർദ്ദത്തിലാക്കി മാധ്യമ പ്രവർത്തകരെ പുറത്താക്കുക, സർക്കാരിന് വഴങ്ങാത്ത ചാനലുകൾക്കും പത്രങ്ങൾക്കും പരസ്യം നിഷേധിക്കുക എന്നിങ്ങനെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കഴുത്തുഞെരിച്ചു കൊല്ലാനുള്ള എല്ലാ വഴികളും ഇവർ പയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. രാജഗോപാൽ ഒരു പൊതുവേദിയിൽ പറഞ്ഞത് ഓർക്കുക: ഞാൻ കൊൽക്കത്തയിൽ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മാധ്യമ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അന്ന് അദ്ദേഹം സുരക്ഷിതമായി കരുതിയ ആ കൊൽക്കത്ത ഇന്ന് BJPയുടെ രാഷ്ട്രീയ കളരിയായി മാറിയിരിക്കുകയാണ്. വിയോജിപ്പുകളെ ഭയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഇന്ത്യയിൽ വേരുറപ്പിക്കുമ്പോൾ അവിടെ സത്യം പറയുന്ന പത്രപ്രവർത്തകർ ശത്രുക്കളായി മാറുന്നു. ഇത്തരത്തിൽ മാധ്യമങ്ങളെ വേട്ടയാടിക്കൊണ്ട് സ്വന്തം അജണ്ടകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു ഗോദി മീഡിയ സംസ്കാരം വളർത്താനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. പൗരത്വത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്ന രീതിയും ഇതിന്റെ ഭാഗം തന്നെ. വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ വെട്ടിമാറ്റി പൗരന്മാരെ നിസ്സഹായരാക്കി തടങ്കൽ പാളയങ്ങളിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന SIR പോലുള്ള സംവിധാനങ്ങൾ ജനാധിപത്യത്തിന്റെ അന്തകരാണ്. പൗരത്വം എന്നത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അത് ഏതോ ഒരു ഉദ്യോഗസ്ഥന്റെയോ ഭരണകൂടത്തിന്റെ ഔദാര്യമല്ല. എന്നാൽ പൗരന്മാരുടെ ജീവിതവും അവകാശങ്ങളും ചവിട്ടി മെതിക്കപ്പെടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ, അല്ലെ? ഇന്നത്തെ ഇന്ത്യ കടന്നു പോകുന്നത് ഭയത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ്. വിമർശിക്കുന്നവനെ രാജദ്രോഹിയാക്കുന്ന, ചോദ്യം ചെയ്യുന്നവനെ പുറന്തള്ളുന്ന ഈ പ്രവണത വലിയ അപകടം തന്നെയാണ്. ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമരംഗം തന്നെ തകർന്നടിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാവുക അടിമത്തം മാത്രമായിരിക്കും. രാജഗോപാലിന് നീതി ലഭിക്കണം എന്നത് അദ്ദേഹത്തിന്റെ മാത്രം ആവശ്യമല്ല. അത് ഈ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഭയക്കാതെ ശബ്ദമുയർത്തുക എന്നത് ഓരോ പൗരന്റെയും കടമ തന്നെ. BJPയുടെ ഈ വിഭജന അജണ്ടകൾക്കെതിരെയും അവരുടെ പകവീട്ടൽ രാഷ്ട്രീയത്തിനെതിരെയും ജനാധിപത്യ വിശ്വാസികൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. നിശബ്ദത എന്നത് അടിച്ചമർത്തുന്നവർക്കുള്ള അംഗീകാരമാണ്. പത്രസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യവുമാണ്. മാധ്യമങ്ങളെ വേട്ടയാടുന്ന ഭരണകൂടം യഥാർത്ഥത്തിൽ കൊന്നുതള്ളുന്നത് ജനാധിപത്യത്തെ തന്നെയാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. അതിനായി ഉറക്കെ സംസാരിക്കണം. രാജഗോപാലിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കാണുന്നത് തകർക്കപ്പെടുന്ന ഒരു ജനാധിപത്യത്തിന്റെ മുഖമാണ്. ഇനിയെങ്കിലും നാം ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നാളെ പറയപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കഥകളായിരിക്കും. ഈ അനീതിക്കെതിരെ നിങ്ങളുടെ പ്രതികരണം എന്താണ്? ജനാധിപത്യം സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ചിന്തിക്കുക, പ്രതികരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക.